ഈ സിനിമ നമ്മൾ പ്രീമിയർ കഴിഞ്ഞപ്പോഴും അല്ലാത്തപ്പോഴും എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പേഴ്സണലി വന്ന് സംസാരിച്ചത് കുറേ ആക്ട്രസസ് ആണ്. അവർ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഓരോരുത്തരും വന്നിട്ട് അവർക്കിത് കുറേ പോയിന്റ്സ് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു, കുറേ മൊമെന്റ്സ് ഇത് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു എന്നവർ പറഞ്ഞു. അത് നമ്മൾ പറയുന്ന പോലെ ഈ പ്രൈവസി കയറി എൻക്രോച്ച് ചെയ്തോട്ടെ എന്ന് നന്ദുചേട്ടൻ ഇതിലൊരു ഡയലോഗ് ചോദിക്കുന്നുണ്ട്. അത് ഏത് മൊമെന്റ് വരെ നമുക്കത് ഓക്കെ ആണെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇപ്പം ഇപ്പം ഞാനൊരു ജേർണലിസം സ്റ്റുഡൻ്റാണ്, ഞാൻ ജേർണലിസം പഠിച്ചിട്ട് വന്ന ഒരാളാണ്. അപ്പം എനിക്കറിയാം ഇതിൻ്റെ എത്തിക്സ് എന്താ, നമ്മൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പം ചുമ്മാ പറയുകയാണെങ്കിൽ ഒരു മരണ വീട്ടിൽ പോയാൽ നമ്മൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കവർ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഓരോരുത്തർക്കും ആസ് എ സിറ്റിസൺ, ആസ് എ ഹ്യൂമൻ ബീങ് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. നമ്മൾ അതൊക്കെ എല്ലാം നമുക്ക് സ്കൂളിൽ പഠിപ്പിച്ചു തരാനും കോളേജിൽ പഠിപ്പിച്ചു തരാനും പറ്റില്ല, കുറേയൊക്കെ നമ്മൾ തന്നെ അല്ലേ. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി വിട്ട് കുറേ പേര് പെരുമാറുമ്പം അത് ആരെയാണെങ്കിലും അത് ഹേർട്ട് ചെയ്യും. അത് പബ്ലിക് ഫിഗർ ആണെങ്കിലും പ്രൈവറ്റ് ഫിഗർ ആണെങ്കിലും അതൊരു നേരിയ വരെയാണ് നമ്മൾ. ഇപ്പം എല്ലാവരും അവരവരുടെ വിവേകവും ഇതൊക്കെ ഉപയോഗിച്ച് പെരുമാറിയാൽ കുറച്ചും കൂടി ഒരു ബെറ്റർ സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ പോയിന്റ്സ് സിനിമയിൽ നമ്മളിങ്ങനെ അഭിനയിക്കുമ്പോൾ ആഡ് ചെയ്ത പോയിന്റ്സ് അല്ല, ഇതൊക്കെ വ്യക്തമായി കൃഷാന്ത്, ഞാൻ പറഞ്ഞ സിനിമയിലുള്ള എല്ലാം നേരത്തെ കൃഷാന്തിൻ്റെ ഒരു ഭയങ്കര കിട്ടുള്ള പരിപാടി നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ പുള്ളി അടിപൊളിയായിട്ട് വരയ്ക്കും. എല്ലാത്തിനെ കുറിച്ചും നല്ല രീതിയിലുള്ള സ്കെച്ച് ബോർഡ്സും സ്റ്റോറി ബോർഡ്സും ഭയങ്കരമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ അതിൻ്റെ പുറകെയുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അത് ഭയങ്കര എളുപ്പമാണ്. പാട്ടിനാണെങ്കിലും കോസ്റ്റ്യൂമാണെങ്കിലും നമുക്കങ്ങനെ ഒരു കാറ്റത്ത് പോയിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാനും കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സോ ഒരു നല്ല രീതിയിലുള്ളൊരു പ്ലാനിങ് ഈ സിനിമയുടെ പുറകിൽ പോയിട്ടുണ്ട്, അത് എഴുത്തിലാണെങ്കിലും ടെക്നിക്കലാണെങ്കിലും. ശരിക്കും പറഞ്ഞാൽ ആ ക്ലൈമാക്സ് കണ്ട സമയത്ത് ശരിക്കും ഗംഭീരമായിട്ട് ഒരു പറയാ ഒരു ഫ്രസ്ട്രേഷൻ അങ്ങനെ തീർത്ത് ഇതാക്കുന്ന ഫീലിംഗ് ഉണ്ടല്ലോ, അവരെല്ലാവരും ബാരിയറിലും ബ്രേക്ക് ചെയ്ത് ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പം ശരിക്കും ഇങ്ങനെ ഫീൽ ചെയ്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ അതിപ്പം ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കും. പറഞ്ഞ പോലെ ഇനി എങ്ങോട്ടാണ് പോകുന്നത് പോലും അറിയത്തില്ല, അത്ര അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ശരിക്കും ഇതിനൊരു ബാരിയർ വേണ്ടതാണ് അല്ലെങ്കിൽ വേണം എന്ന് കരുതുന്നുണ്ടോ? അത് നമ്മളായിട്ട് തന്നെ തീരുമാനിക്കണം. ഞാൻ അതാ പറയുന്നത്. ഇപ്പം നമ്മൾ ചില സിറ്റുവേഷനിലേക്ക് വന്നാൽ നമ്മൾ എപ്പോഴും എല്ലാവരും ഇങ്ങനെ പഴിചാരിക്കൊണ്ടിരിക്കുവാണല്ലോ. ഓ അത് ഗവൺമെൻറ് ചെയ്തില്ല, ഇത് അവർ ചെയ്തില്ല, ഇത് ഇവർ ചെയ്തില്ല. എപ്പോഴും ഒരു തേർഡ് പേഴ്സണിലോട്ട് ഈ ബ്ലെയിം ഇടാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ട് മനുഷ്യർക്കെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളായിട്ട് എന്താ ചെയ്യുന്നത്? ഇപ്പം നമ്മളൊന്നുമില്ല, റോഡിൽ കൂടെ പോകുമ്പോൾ എന്തോരം പേര് വേസ്റ്റ് ചുമ്മാ എടുത്ത് കളത്, ഇതൊക്കെ ഞാൻ പറഞ്ഞൊരു ബേസിക് നമുക്കായിട്ടൊരു മാറ്റം വരുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന എൻ്റെ ജോലി ഇതാണെങ്കിൽ, അഭിനയമാണെങ്കിൽ ഇതിൽ ഞാൻ എന്തൊക്കെ എത്തിക്സ് എനിക്ക് ഫോളോ ചെയ്യണം, മീഡിയ ആണ് എന്തൊക്കെ ഫോളോ ചെയ്യും. അപ്പോൾ അത് നമ്മളായിട്ട് തന്നെ കണ്ടുപിടിക്കണം. അതിന് അല്ലാതെ നമുക്കൊരു ഗൈഡ് ലൈൻസ് ഒന്നും കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.